ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 4, വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളയുടെ തിരുനാൾ. ഇറ്റലിയിലെ അബ്രൂസിയിൽ ഒരു കുലീന കുടുംബത്തിൽ ഫ്രാൻസിസ് കരാച്ചിയോളെ 1564 ഒക്ടോബർ 13 പൂജാതനായി. ജ്ഞാനസ്നാന നാമം അസ്കാനിയോ എന്നായിരുന്നു. ചെറുപ്പത്തിൽ അവന് കുഷ്ഠരോഗം ഉണ്ടായെന്നും ദൈവ സേവനത്തിന് ജീവിതം നേർന്നപ്പോഴാണ് രോഗം മാറിയതെന്നും പറയപ്പെടുന്നു. 1587 അസ്കാനിയോ ഒരു വൈദികനായി. കുറ്റവാളികളെ നന്മരണത്തിന് ഒരുക്കാനുള്ള സഭയിൽ അംഗത്വം സ്വീകരിച്ചു. പിറ്റേ വർഷം തന്നെ മിനോർ ക്ലർക്സ് റെഗുലർ എന്ന ഒരു സന്യാസ സഭ സിസ്റ്റസ് 5-ാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ അദ്ദേഹം ആരംഭിച്ചു. നിഷ്കൃഷ്ടമായ പ്രായച്ചിത്തങ്ങൾ പുതിയ സന്യാസ സഭയുടെ പ്രത്യേകതയായിരുന്നു. ഉപവാസം, ചമ്മട്ടിയടി, രോമച്ചട്ട, വിശുദ്ധ കുർബാനയുടെ ആരാധന മുതലായ പ്രായച്ചിത്ത പ്രവൃത്തികൾ ദിനം പ്രതി അംഗങ്ങൾ പാലിച്ചിരുന്നു. പതിവുള്ള 3 വ്രതങ്ങൾക്ക് പുറമെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കില്ലെന്ന് 4-മതൊരു വ്രതവും അവർ എടുത്തിരുന്നു. 1589 ഏപ്രിൽ 9 അസ്കാനിയോ ആഘോഷപൂർവം വ്രതവാഗ്ദാനം ചെയ്ത് ഫ്രാൻസിസ് കരാച്ചിയോളൈ എന്ന പേര് സ്വീകരിച്ചു. ഫാദർ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാത്രി ഏറെ നേരം കുർബാനയുടെ മുൻപിൽ ചെലവഴിച്ചിരുന്ന ഫ്രാൻസിസിന്റെ മുഖത്ത് പ്രത്യേക പ്രസന്നത ഉണ്ടായിരുന്നു. അങ്ങയുടെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങി എന്ന വാക്യം പലപ്പോഴും അദ്ദേഹം ഉരുവിട്ടിരുന്നു. പ്രാർത്ഥനയും ആത്മരക്ഷാ ജോലികളുമായിരുന്ന അദ്ദേഹത്തിൻ്റെ അഭിനിവേശം അങ്ങനെ 44-ാം വയസ്സിൽ പനി ബാധിച്ച് 1608 ജൂൺ 4 ഫാദർ ഫ്രാൻസിസ് പരലോക പ്രാപ്തനായി. 1807 മെയ് 27 പിയൂസ് 7-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളെ ഞങ്ങൾക്കു വേണ്ടി ഈ ദിനം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന്
കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.